ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം. ഈ ഒരു ക്ലാസ്സിൽ നെറ്റിൻ്റെ ടോപ്പിക്ക് പുരാണേതിഹാസം അത് നോക്കാം. പുരാണാനി പുരാണാനാം ധാർമ്മികദൃഷ്ട്യാ മഹത്വമധികം വേദവിഹിതാനാം ധർമാണാം സരളസുബോധഭാഷായാം വർണ്ണനായൈവ പുരാണാനി വിരചിതാനി. ഇതിഹാസപുരാണാഭ്യാം വേദം സമുപബൃംഹയേത് ബിഭേത്യൽപശ്രുതാദ്വേദോ മാമയം പ്രഹരിഷ്യതി. ധാർമ്മിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ പുരാണങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വേദത്തിൽ പറയുന്ന കാര്യങ്ങളെ സരളമായ രീതിയിൽ വിവരിക്കുകയാണ് പുരാണത്തിൽ ചെയ്യുന്നത്. യഥാ വേദോക്താർത്ഥാഃ ലോകാനാം ബുദ്ധൗ നാരോഢും പ്രവൃത്താസ്തദാ വേദോക്താർത്ഥസ്യ ജ്ഞാനം സുലഭം കർത്തും പുരാണാനി വിരച്യന്തെ സ്മ. വേദത്തിൽ പറയുന്ന കാര്യങ്ങൾ സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ സുലഭമായ രീതിയിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ് പുരാണങ്ങൾ. സമാജസ്യ താത്കാലിക സ്വരൂപബോധനായാപി പുരാണാനാം മഹാനുപയോഗഃ പുരാണേഷു പ്രാചീനഭാരതസ്യേതിഹാസോ നിഹിതഃ. പുരാണോക്താനാം ഇതിവൃത്താനാം പ്രാമാണികത്വം ശിലാലേഖാദിഭിരപി കർത്തുമാരബ്ധം. അतो വിദേശീയാ അപി വിദ്വാംസഃ പുരാണേ ധൃതാദരാः പ്രതിഭാന്തി. അതായത് ആ കാലഘട്ടത്തിൽ, പുരാണം രചിക്കുന്ന ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു അവിടുത്തെ സാമൂഹിക സ്ഥിതി എന്നൊക്കെ മനസ്സിലാക്കാൻ പുരാണങ്ങൾ വളരെയധികം ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ പുരാണങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നതാണോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശിലാലേഖനങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട് കൂടുതൽ തെളിവിന് വേണ്ടിയിട്ട്. അതുപോലെ വിദേശീയർക്കൊക്കെ വളരെയധികം ആദരവാണ് നമ്മുടെ പുരാണങ്ങളോടുള്ളത്. ഇതിഹാസ യദി രാജ്ഞാം വൃത്തം പ്രാധാന്യേന ബോധയന്തി തഥാ പുരാണാനി രാജ്ഞാം വൃത്തൈഃ സഹ ഋഷീണാമപി വൃത്തം ബോധയന്തി ഇതി പരമോപയോഗിത്വം പുരാണാനാം. ഇതിഹാസങ്ങൾ രാജാക്കന്മാരുടെ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ പുരാണങ്ങൾ രാജാക്കന്മാരുടെ ജീവിതവൃത്തം മാത്രമല്ല ഋഷികളുടെയും വൃത്തങ്ങൾ പറയുന്നു. പുരാണാനി ഭൗഗോളിക സാമഗ്രീമപി പ്രസ്തുവന്തി. കാശീഖണ്ഡേ കാശീപുര്യാസ്താദൃശം വിസ്തൃതം വർണ്ണനം വിദ്യത്തെ യേന തസ്യ മാനചിത്രമിവ പുരത ഉപതിഷ്ഠത്തെ. അന്യേഷു അപി പുരാണേഷു തേഷാം തീർത്ഥാനാം താദൃശം സ്പഷ്ടം വർണ്ണനം ഉപലഭ്യത്തെ യേന തത്പരിചയേ സൗകര്യമാധീയത്തെ. ഇപ്പോൾ ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുരാണങ്ങളിൽ നിന്ന് കിട്ടുന്നു. ഓരോ തീർത്ഥ സ്ഥലങ്ങളെപ്പറ്റിയും നദികളെപ്പറ്റിയുമൊക്കെ പുരാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. പുരാണേഷു അതിശയോക്തിപൂർണ ശൈലി സമാദൃത യേന ലോകാസ്താനി അവിശ്വസനീയാനി കാൽപ്പനികാനി ച പ്രതീയന്തെ സ്മ. തത്ര ബോധവ്യമിദം യത് ത്രിധാ വർണ്ണനം ക്രിയത്തെ വസ്തുതത്വകഥാരൂപേണ രൂപകദ്വാരാ അതിശയോക്തിദ്വാരാ ച. വസ്തുതത്വകഥാ വൈജ്ഞാനികാനാം തേ ഹി വസ്തു യഥാവത് വർണ്ണയന്തി ന കിമപി രഞ്ജനം തത്രാചരന്തി. രൂപകദ്വാരാ വസ്തുകഥനപ്രണാളി വേദേഷു വ്യവഹ്രിയത്തെ തത്ര ഹി ഉഷഃ സുന്ദരീകൃത വൃത്രശ്ച രാജാകൃതഃ. അതിശയോക്തിപ്രണാളി പുരാണേഷു ഏവ ആദൃത. അസ്യാം പ്രണാള്യാം വർണ്ണിതാർത്ഥ യഥാമതി വിവിച്യ ഗ്രഹീതവ്യാ ഭവന്തി. പുരാണാനാം തുലനാത്മകമധ്യയനം തദന്തസ്ഥലേ പ്രവേശനം ച യദി ക്രിയേത തദാ തത്രത്യ ഇതിഹാസഭാഗഃ സാമാജികവർണ്ണനാരഹസ്യം ച സ്പഷ്ടമവഭാസത്തെ ഇതി വിദുഷാം വിചാരഃ. അതായത് പുരാണങ്ങളിൽ അതിശയോക്തിപൂർണമായിട്ടുള്ള ഒരു ശൈലിയാണ് രചനാശൈലി, അതിശയോക്തിയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വർണ്ണിക്കുക എന്ന് പറയുന്നത്, എഴുതുന്ന ശൈലി എന്ന് പറയുന്നത്, വർണ്ണിക്കുന്ന ശൈലി എന്ന് പറയുന്നത് അത് 3 തരത്തിലുണ്ട്. ഒന്ന് വസ്തുതത്വ കഥ, അതായത് ഉള്ള കാര്യമുള്ള പോലെ പറയാം. രണ്ടാമത്തത് രൂപകദ്വാര, ഒന്നിനെ മറ്റൊന്നായി കൽപ്പിച്ചൊക്കെ എങ്ങനെ പറയാം. മൂന്നാമത്തത് അതിശയോക്തി, പെരുപ്പിച്ചു പറയാം. അങ്ങനെ 3 തരത്തിൽ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ വസ്തുതത്വ കഥ എന്ന് പറയുന്നത് വൈജ്ഞാനികാന, അതായത് ശാസ്ത്രജ്ഞർ, ഇപ്പോൾ ഗൗതമ മഹർഷി ന്യായസൂത്രത്തിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, ഉള്ള കാര്യമുള്ള പോലെ പറഞ്ഞു. പ്രത്യക്ഷാനുമാന ഉപമാന ശബ്ദാഹ പ്രമാണാനി എന്നിങ്ങനെ, അനുമാനം ഉപമാന ശബ്ദം ഇവയാണ് പ്രമാണങ്ങൾ എന്നിങ്ങനെ നേരിട്ട് പറഞ്ഞു. വസ്തുതത്വ കഥയാണത്, ഉള്ള പോലെ പറയാം. ഇനി രൂപകദ്വാര എന്ന് പറഞ്ഞാൽ വേദങ്ങളിലൊക്കെ ഉള്ള പോലെ ഉഷസ്സിനെ
സുന്ദരിയായിട്ട് സങ്കല്പിക്കുക, വൃത്രനെ രാജാവായിട്ട് സങ്കല്പിക്കുക, അങ്ങനെ സങ്കല്പിച്ചിട്ടുള്ള അങ്ങനെ പറയുന്ന രീതിയാണ് രൂപകം എന്നുള്ള രീതി. ഇനി അതിശയോക്തി എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യത്തിനെ പെരുപ്പിച്ചു പറയാം. അതാണ് പുരാണങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന രീതി. അപ്പോൾ ഇവിടെ പുരാണങ്ങളിൽ പറയുന്ന കാര്യങ്ങളെ, അർത്ഥങ്ങളെ നമ്മുടെ ബുദ്ധി അനുസരിച്ച് വേണ്ട പോലെ ചിന്തിച്ചാലാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നമുക്ക് പിടികിട്ടുള്ളൂ എന്ന് പറയണു. ഇനി പുരാണ ലക്ഷണം, പുരാണത്തിൻ്റെ ലക്ഷണം പറയാണ്. പുരാണം പുരാതനമാഖ്യാനമുച്യത്തെ. സംസ്കൃതെ പുരാണശബ്ദശ്ചിരന്തനപര്യായഃ. പുരാണേഷു ഭൂത വർത്തമാന ഭാവിനശ്ചാർത്ഥാ വർണ്യന്തെ. ഇതിഹാസേ തു ഭൂത ഏവാർത്ഥാ വർണ്യന്ത ഇതി പുരാണേതിഹാസയോരന്തരം. പ്രാചീനാസ്തു പുരാണമപി ഇതിഹാസശബ്ദേന അഭിദധത്തെ. പുരാണേഷു പുരാണലക്ഷണമിത്തമുക്തം. സർഗശ്ച പ്രതിസർഗശ്ച വംശോ മന്വന്തരാണി ച വംശാനുചരിതം ചൈവ പുരാണം പഞ്ചലക്ഷണം. പുരാതനമായിട്ടുള്ള ആഖ്യാനം, പണ്ടുണ്ടായ കഥ, അതിനെ പറയുക. അതാണ് പുരാണം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം. പുരാണങ്ങളിൽ കഴിഞ്ഞു പോയതും ഇപ്പോൾ നടക്കുന്നതും വരാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നു. പക്ഷെ ഇതിഹാസത്തിലാകട്ടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ മാത്രമാണ് പറയണത്. ഇതാണ് പുരാണവും ഇതിഹാസവും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ പ്രാചീനരായിട്ടുള്ള ആളുകൾ പുരാണത്തെയും ഇതിഹാസം എന്ന പേരിൽ വിളിക്കാറുണ്ട്. ഇനി പുരാണങ്ങളിൽ തന്നെ പുരാണത്തിൻ്റെ ലക്ഷണം പറയുന്നത് ഇങ്ങനെയാണ്. സർഗശ്ച പ്രതിസർഗശ്ച വംശോ മന്വന്തരാണി ച വംശാനുചരിതം ചൈവ പുരാണം പഞ്ചലക്ഷണം എന്നിങ്ങനെ. സർഗഃ സൃഷ്ടിഃ, പ്രതിസർഗഃ സൃഷ്ടേർലയഃ, പുനശ്ച സൃഷ്ടിഃ, വംശഃ സൃഷ്ട്യാദൗ വംശാവലി, മന്വന്തരാണി കേ മനവഃ കഥാ കഥാ അജായന്തേതി വർണ്ണനാനി, വംശാനുചരിതം സൂര്യചന്ദ്രവംശയോർവിശിഷ്യ വർണ്ണനം. ഇദം വസ്തുപഞ്ചകം പുരാണേഷു അപേക്ഷത്തെ. അതായത് ഒരു പുരാണമായാൽ അതിൽ സർഗം വർണ്ണിക്കും, പ്രതിസർഗം വർണ്ണിക്കും, വംശം, മന്വന്തരം, വംശാനുചരിതം, ഈ 5 കാര്യങ്ങൾ ഒരു പുരാണമായാൽ അതിൽ വർണ്ണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ തന്നെയാണ് പുരാണത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെയാണ് സർഗഃ. സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി. സൃഷ്ടിയെ എങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പുരാണത്തിൽ വർണ്ണിക്കും. ഇനി പ്രതിസർഗഃ. പ്രതിസർഗം എന്നാൽ സൃഷ്ടേർ ലയഃ പുനശ്ച സൃഷ്ടി. സൃഷ്ടിയുടെ ലയവും, പ്രളയം എന്നൊക്കെ പറയില്ലേ, സൃഷ്ടിയുടെ ലയവും പിന്നെ വീണ്ടും സൃഷ്ടിക്കുക, അതിനെ പ്രതിസർഗഃ എന്ന് പറയും. ഇനി വംശഃ. വംശം എന്ന് പറഞ്ഞാൽ സൃഷ്ട്യാദൗ വംശാവലി. സൃഷ്ടി ഉണ്ടായതിന് ശേഷം വംശങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആ വംശാവലിയെ വർണ്ണിക്കും. ഇനി മന്വന്തരങ്ങൾ. മന്വന്തരം എന്ന് വെച്ചാൽ ഓരോരോ മനുക്കൾ എപ്പോൾ ഉണ്ടായി എന്നുള്ള വർണ്ണനകൾ. പിന്നെ വംശാനുചരിതം, അതായത് സൂര്യ ചന്ദ്രവംശങ്ങളുടെ അങ്ങനെയുള്ള വംശങ്ങളുടെയൊക്കെ വർണ്ണനം. ഈ 5 കാര്യങ്ങളാണ് പുരാണങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ ഈ 5 കാര്യങ്ങൾ പുരാണത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നു. സർഗശ്ച പ്രതിസർഗശ്ച വംശോ മന്വന്തരാണി ച വംശാനുചരിതം ചൈവ പുരാണം പഞ്ചലക്ഷണം എന്നിങ്ങനെ. വസ്തുതസ്തു നൈതാന്യേവ വസ്തൂനി പുരാണേഷു വർണ്യന്തെ. ഇദന്തു ന്യൂനതമം വർണ്ണനീയം. പുരാണേഷ്വിതോധികാന്യപി താനി വസ്തൂനി വർണ്യന്തെ. ഉദാഹരണാർത്ഥം അഗ്നിപുരാണമേവ ഗൃഹ്യതാം. തത്ര ഹി സർവാണ്യപി ജ്ഞാതവസ്തൂനി വർണ്ണിതാനി യേന തത് ഭാരതീയ ജ്ഞാനകോശഃ ഇത്യഭിധീയത്തെ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ 5 കാര്യങ്ങൾ മാത്രമല്ല വർണ്ണിക്കേണ്ടത്, മിനിമം ഇതെങ്കിലും വർണ്ണിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ ഇനി അഗ്നിപുരാണം എടുത്തു കഴിഞ്ഞാൽ ഇതിലധികം കാര്യങ്ങൾ പുരാണത്തിൽ വർണ്ണിക്കാം. അഗ്നി പുരാണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ വസ്തുക്കളെയും, അറിവിന് വിഷയമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും വർണ്ണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഗ്നിപുരാണം ഭാരതീയ ജ്ഞാനകോശം എന്നറിയപ്പെടുന്നു. കസ്യാപി മാനവസമാജസ്യ ഇതിഹാസസ്താവന്ന പൂർണ്ണോ മന്യത്തെ. യാവത് തസ്യ സൃഷ്ടേഃ പ്രാരംഭകാലത ഇതിഹാസോ ന പ്രസ്തൂയത്തെ. പാശ്ചാത്യശിക്ഷാപ്രഭാവിത വിദ്വാംസോ നൈതദ്
नैतद् अनुमोदयन्ति स्म। अत एव ते पुराणानि सत्यानि न स्वीकुर्वन्ति स्म। परं सम्प्रति दृष्टिकोणपरिवर्तनं जातम्। H.G. वेल्स् महोदयः औट्लैन् आफ् दि हिस्ट्री नामके स्वग्रन्थे पौराणिकीं प्रणालीमनुसृतवान्। अनया सुसंस्कृतया दृष्ट्या भारतीयमितिहासं जिज्ञासमानानां कृते पुराणानि निधय इव. സൃഷ്ടിയുടെ ആരംഭം മുതൽ ഉള്ള ചരിത്രം, അങ്ങനെയാണല്ലോ പുരാണത്തിൻ്റെ ഒരു രീതി. അപ്പോൾ ഈ രീതി പാശ്ചാത്യ പണ്ഡിതന്മാരൊന്നും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. H.G. വെൽസ് എന്ന് പറയുന്ന അദ്ദേഹം ഔട്ട്ലൈൻ ഓഫ് ദി ഹിസ്റ്ററി എന്നുള്ള ഗ്രന്ഥത്തിൽ ഈ ഒരു ശൈലിയെയാണ് അവലംബിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. ഇനി പുരാണാനാം രചനാകാല, പുരാണത്തിൻ്റെ രചനാകാലം നോക്കുകയാണെങ്കിൽ പുരാണാനാം രചന കഥാ ജാതീതി പ്രശ്നേ നിമ്നലിഖിതവിഷയാः പൂർവം ധ്യാതവ്യാः. അപ്പോൾ പുരാണത്തിൻ്റെ കാലഘട്ടം, രചനാകാലം എന്താണ് എന്നറിയണമെങ്കിൽ അതിനു മുമ്പ് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അഥർവവേദേ പുരാണസ്യ ഉല്ലേഖോ ദൃശ്യത്തെ. ഋചഃ സാമാനി ഛന്ദാംസി പുരാണം യജുഷാ സഹ ഉച്ഛിഷ്ടാഞ്ജന്യരേ സർവേ ദിവി ദേവാ ദിവിശ്രിതാഃ എന്ന് അഥർവവേദത്തിലെ പുരാണങ്ങളെ പറ്റി പറയുന്നു, പുരാണങ്ങളെ പരാമർശിക്കുന്നു. ഇനി ഗോപഥ ബ്രാഹ്മണത്തിൽ പുരാണങ്ങളെ സ്മരിക്കുന്നു. ഇങ്ങനെയാണ്: ഏവമിമേ സർവേ വേദാഃ നിർമ്മിതാഃ സകൽപാഃ സരഹസ്യാഃ സബ്രാഹ്മണാഃ സോപനിഷത്കാഃ സേതിഹാസാഃ സാന്വയാഖ്യാതാഃ സപുരാണാഃ സസ്വരാഃ എന്ന്. ഇനി ശതപഥത്തിൽ പറയുന്നു സോയമിതി കിഞ്ചിത് പുരാണമാചക്ഷീത എന്ന്. ബൃഹദാരണ്യകത്തിൽ പറയുന്നു ഇതിഹാസഃ പുരാണം വിദ്യാ ഉപനിഷദഃ. ഛാന്ദോഗ്യത്തിൽ പറയുന്നു ഋഗ്വേദം ഭഗവോധ്യേമി ഇതിഹാസ പുരാണം പഞ്ചമം വേദാനാം വേദം. ഇനി ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ പറയുന്നു ആപസ്തംഭ ധർമ്മസൂത്രേ പുരാണസ്യോല്ലേഖ ഇവ ന കേവലോപി തു ശ്ലോകസംഖ്യാപ്യുക്ത. ശ്ലോകസംഖ്യയും കൂടി പറയുന്നു, പുരാണം എന്ന് പറയാൻ മാത്രമല്ല ശ്ലോകസംഖ്യയും കൂടി പറയുന്നു. അഥ പുരാണേ ശ്ലോകാനുദാഹരന്തി അഷ്ടാശീതിസഹസ്രാണീതി എന്ന് പറയുന്നു. ശങ്കരാചാര്യഃ കുമാരിലഭട്ടശ്ച പുരാണാന്യുദ്ധൃതവന്തൗ ബാണഭട്ടഃ ഹർഷചരിതേ പുരാണേഷു വായുപ്രലപിതം ഇത്യാഹ. ശങ്കരാചാര്യരും കുമാരിലഭട്ടനും പുരാണങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ബാണഭട്ടൻ ഹർഷചരിതത്തിൽ പുരാണത്തെപ്പറ്റി പരാമർശിക്കുന്നു. പുരാണേഷു കലിയുഗവർത്തിനാം രാജ്ഞാം വർണ്ണനാനി ദൃശ്യന്തെ. പുരാണത്തിൽ കലിയുഗത്തിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ വർണ്ണനങ്ങൾ കാണുന്നുണ്ട്. വിഷ്ണുപുരാണേ മൗര്യവംശസ്യ പ്രാമാണികം വിവരണം ലഭ്യതേ. വിഷ്ണുപുരാണത്തിൽ മൗര്യവംശത്തിൻ്റെ പ്രാമാണികമായുള്ള വർണ്ണനമുണ്ട്. മത്സ്യപുരാണത്തിൽ ആന്ധ്ര നൃപതികളെ സ്മരിക്കുന്നു. വായുപുരാണത്തിൽ ഗുപ്ത രാജാക്കന്മാരെ വർണ്ണിക്കുന്നു. മഹാഭാരതകൃതാ പുരാണാനി സ്മൃതാനി. അതുപോലെ മഹാഭാരതം എഴുതിയ വേദവ്യാസൻ പുരാണങ്ങളെ സ്മരിക്കുന്നു. പദ്മപുരാണത്തിൽ ഋഷ്യശൃംഗൻ്റെ വൃത്തം വർണ്ണിക്കുന്നു. പദ്മപുരാണേ ഋഷ്യശൃംഗസ്യ യദ്വൃത്തം വർണ്ണ്യത്തെ തന്മഹാഭാരതേപി പ്രാപ്യത്തെ. പദ്മപുരാണത്തിൽ പറയുന്ന ഋഷ്യശൃംഗൻ്റെ കഥ മഹാഭാരതത്തിലും കാണുന്നു. കൗടില്യകൃതമർത്ഥശാസ്ത്രം പുരാണാനി നിർദ്ദിശതി തത്ര ഹി വിനേയേഭ്യോ രാജപുത്രേഭ്യഃ പുരാണാനി ഉപദേഷ്ടവ്യാനീതി നിർദ്ദിഷ്ടം. അർത്ഥശാസ്ത്രം ചേതം ചന്ദ്രഗുപ്തരാജ്യകാലികമിതി തതഃ പൂർവം പുരാണരചനം സിദ്ധ്യതി. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലും പുരാണങ്ങളെ നിർദ്ദേശിക്കുന്നു. രാജപുത്രന്മാർക്ക് പുരാണങ്ങൾ ഉപദേശിക്കണമെന്നവിടെ പറയുന്നു. ഈ അർത്ഥശാസ്ത്രം ചന്ദ്രഗുപ്ത രാജ്യകാലികമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പൂർവം പുരാണം രചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കിട്ടുന്നു. ധർമ്മസൂത്രേഷു പുരാണാനി സ്മര്യന്തി. ഇനി ധർമ്മസൂത്രങ്ങളിലും പുരാണങ്ങൾ സ്മരിക്കപ്പെടുന്നു. തദിമാനി സർവാണി തത്വാനി പുരാണാനാം വൈദികകാലേപ്യസ്തിത്വം സമർത്ഥയന്തെ. ഈസവീയശതകാത് ഷഡ്ശതകപൂർവതനകാലേ പുരാണാനാം അസ്തിത്വമാസീദിതി കൽപ്പനാപി സത്യാനുമോദിത. ഇദം തു സത്യം യത് പുരാണസ്യാദിമം രൂപം സംപ്രതി നാവാപ്യത്തെ. പുരാണം കഥാചിദേകത്ര സമയേ നാരച്യത സമയേ സമയേ തത്രാധ്യായോജിതാ ഗുപ്തകാലപര്യന്തം തേഷാം വർത്തമാനരൂപമോപന്നമാസീത്. അപ്പോൾ പുരാണങ്ങൾ എന്ന് പറയുന്നത് വൈദിക കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഈസവീയ ശതകാത് ഷഡ്ശതകപൂർവതനകാലേ
അതായത് ക്രിസ്തുവർഷത്തിന് മുന്നേ 6 നൂറ്റാണ്ട് മുൻപ് വരെ പുരാണങ്ങളുണ്ടായിരുന്നു എന്നും മനസ്സിലാക്കണം എന്നും പറയുന്നു. അത് അനുമോദിക്കേണ്ട ഒരു കൽപ്പനയാണെന്ന് പറയുന്നു. ഇനി പുരാണാനാം നാമാനി തത്പ്രമാണം ച, പേരുകൾ നോക്കാം. പുരാണാനാം സംഖ്യാവിഷയേ മതഭേദോ നാസ്തി സർവവത് ഏതത് സിദ്ധം തേഷാം അഷ്ടാദശത്വം. 18 പുരാണങ്ങൾ എന്നുള്ളത് പ്രസിദ്ധമാണ്. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ഓർത്തു വയ്ക്കാനുള്ള ഒരു എളുപ്പത്തിലുള്ള ശ്ലോകമാണ്. മദ്വയം ഭദ്വയം ചൈവ ഭ്രത്രയം വചതുഷ്ടയം അനാപലിംഗകൂസ്കാനി പുരാണാനി പ്രചക്ഷത്തെ. മദ്വയം ഭദ്വയം ചൈവ ഭ്രത്രയം വചതുഷ്ടയം അനാപലിംഗകൂസ്കാനി പുരാണാനി പ്രചക്ഷത്തെ. അതായത് മദ്വയം മാ വച്ചിട്ട് 2 ഉണ്ട്. ഇതാണ് മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം. ഇനി ഭദ്വയം ഭാ വച്ചിട്ട് 2 ഉണ്ട്. ഇതാണ് ഭവിഷ്യപുരാണം, ഭാഗവത പുരാണം. ഇനി ഭ്രത്രയം ബ്ര വച്ചിട്ട് 3 ഉണ്ട്. ഇതാണ് ബ്രഹ്മാണ്ഡപുരാണം, ബ്രാഹ്മപുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം. ഇനി വചതുഷ്ടയം വാ വച്ചിട്ട് 4 ഉണ്ട്. എന്താണ് വാമനപുരാണം, വരാഹപുരാണം, വിഷ്ണുപുരാണം, വായുപുരാണം. ഇനിയോ അനാപലിംഗ കൂസ്കാനി എന്ന് പറയണു. ആ അഗ്നിപുരാണം, ന നാരദപുരാണം, പ പത്മപുരാണം, ലി ലിംഗപുരാണം, ഗ ഗരുഡപുരാണം, കു കൂർമ്മപുരാണം, സ്കന്ദപുരാണം. ഇങ്ങനെ 18 പുരാണങ്ങളെയും ഈ ഒരു ശ്ലോകത്തിൽ പറയണു. മദ്വയം ഭദ്വയം ചൈവ ഭ്രത്രയം വചതുഷ്ടയം അനാപലിംഗ കുസ്കാനി പുരാണാനി പ്രചക്ഷത്തെ എന്ന്. ഇനി പുരാണാനാം ശ്ലോകസംഖ്യ, പുരാണങ്ങളുടെ ശ്ലോകസംഖ്യ. ഓരോ പുരാണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട് ചോദിച്ചാൽ തന്മത്സ്യമിതി ജാനീധ്വം സഹസ്രാണി ചതുർദശ, 14,000 ശ്ലോകങ്ങളാണ് മത്സ്യപുരാണത്തിലുള്ളത്. പുരാണം നവസാഹസ്രം മാർക്കണ്ഡേയ മിഹുച്യത്തെ, മാർക്കണ്ഡേയ പുരാണത്തിൽ 9,000 ശ്ലോകങ്ങൾ. തദ്ഭാഗവതമുച്യത്തെ 18 സഹസ്രാണി, 18,000 ശ്ലോകങ്ങൾ ഭാഗവതത്തിൽ. 24 സഹസ്രാണി തഥാ 500 ച ഭവിഷ്യചരിതാചായം ഭവിഷ്യം തദിഹോച്യത്തെ, ഭവിഷ്യപുരാണത്തിൽ 24,500 ശ്ലോകങ്ങൾ. ബ്രാഹ്മത്രിദശസാഹസ്രം പുരാണം പരികീർത്തിത്തെ, ബ്രാഹ്മപുരാണത്തിൽ 13,000 ശ്ലോകങ്ങൾ. തദഷ്ടാദശസാഹസ്രം ബ്രഹ്മവൈവർത്തമുച്യത്തെ, ബ്രഹ്മവൈവർത്തത്തിൽ 18,000 ശ്ലോകങ്ങൾ. തച്ച 12 ബ്രഹ്മാണ്ഡം ദ്വിശതാധികം, ബ്രഹ്മാണ്ഡപുരാണത്തിൽ 12,200 ശ്ലോകങ്ങൾ. പുരാണം ദശസാഹസ്രം വാമനം പരികീർത്തിതം, വാമനപുരാണത്തിൽ 10,000 ശ്ലോകങ്ങൾ. 24 സഹസ്രാണി തദ്വാരാഹമിഹുച്യത്തെ, 24,000 ശ്ലോകങ്ങൾ വാരാഹപുരാണത്തിൽ. ആഗ്നേയം തച്ച 16 സാഹസ്രം, 16,000 ശ്ലോകങ്ങൾ അഗ്നിപുരാണത്തിൽ. 24 സഹസ്രാണി വായവീയം, വായുപുരാണത്തിൽ 24,000 ശ്ലോകങ്ങൾ. 23 സാഹസ്രം വൈഷ്ണവം പരികീർത്യത്തെ, വിഷ്ണുപുരാണത്തിൽ 23,000 ശ്ലോകങ്ങൾ. 25 സഹസ്രാണി നാരദീയം തദുച്യത്തെ, നാരദീയ പുരാണത്തിൽ 25,000 ശ്ലോകങ്ങൾ. പാദ്മം തു 55 സഹസ്രാണീഹ കഥ്യത്തെ, പദ്മപുരാണത്തിൽ 55,000 ശ്ലോകങ്ങൾ. തദേകാദശസാഹസ്രേ ലൈംഗികം പരികീർത്തിതം, ലിംഗപുരാണത്തിൽ 11,000 ശ്ലോകങ്ങൾ. 18 സഹസ്രാണി ഗാരുഡം തദിഹോച്യത്തെ, ഗരുഡപുരാണത്തിൽ 18,000 ശ്ലോകങ്ങൾ. കൂർമ്മരൂപീ ജനാർദ്ദന 18 സഹസ്രാണി, 18,000 ശ്ലോകങ്ങൾ തന്നെ കൂർമ്മപുരാണത്തിൽ. സ്കന്ദന്നാമ പുരാണം ച ഹ്യേകാശീതിർ നിഗദ്യത്തെ, സഹസ്രാണി ശതഞ്ചൈകം. അതായത് 81,100 ശ്ലോകങ്ങൾ സ്കന്ദപുരാണത്തിൽ. പരം സംഖ്യേയം സംപ്രതി പ്രാപ്യമാണേഷു പുരാണേഷു ബഹുത്ര ഭിദ്യതേപി ഏവം വിധ സംഖ്യാഭേദി പ്രക്ഷേപലേഖപ്രകാമാദപഹാരാദികാനാം മധ്യേ കിമപ്യേകം കാരണം സ്യാത്. എതത് പുരാണാതിരിക്താനി 18 ഉപപുരാണാന്യപ്യാഖ്യായന്തെ. സനത്കുമാര, അതായത് ഈ 18 പുരാണങ്ങളെ കൂടാതെ 18 ഉപപുരാണങ്ങൾ കൂടിയുണ്ട്.
ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സനത്കുമാര, നാരസിംഹ, സ്കാന്ദ, ശിവധർമ്മ, ആശ്ചര്യ, നാരദീയ, കാപില, വാമന, ഔഷനസ, ബ്രഹ്മാണ്ഡ, വാരുണ, കാലിക, മാഹേശ്വര, സാംബ, സൗര, പരാശര, മാരീച, ഭാർഗവ, ഇങ്ങനെ 18 ഉപപുരാണങ്ങൾ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കണം. ദേവീ ഭാഗവതേ തു സ്കാന്ദവാമന ബ്രഹ്മാണ്ഡ മാരീച ഭാർഗവേതി പ്രാഗുക്തപുരാണപഞ്ചകസ്യ സ്ഥാനെ ശിവമാനവ ആദിത്യ ഭാഗവത വാസിഷ്ഠേതി നാമപഞ്ചകമാഖ്യായത്തെ. ഇപ്പോൾ പറഞ്ഞ 18 ഉപപുരാണങ്ങൾ ഇതൊക്കെയാണ്. നാരസിംഹപുരാണം, സ്കാന്ദപുരാണം, ശിവധർമ്മപുരാണം തുടങ്ങിയിട്ടുള്ള ഈ 18 ഉപപുരാണങ്ങളിൽ 5 മാറ്റിവെച്ചിട്ട് ആ സ്ഥാനത്ത് വേറെ 5 ദേവീ ഭാഗവതത്തിൽ പറയണത്. മാറ്റിവെക്കുന്ന 5 ഏതൊക്കെയാണ്? സ്കാന്ദപുരാണം, വാമനപുരാണം, ബ്രഹ്മാണ്ഡപുരാണം, മാരീചപുരാണം, ഭാർഗവപുരാണം. ഇതിനെ മാറ്റിവെച്ചിട്ട് അവിടെ ശിവപുരാണം, മാനവപുരാണം, ആദിത്യപുരാണം, ഭാഗവതപുരാണം, വാസിഷ്ഠപുരാണം ഇവയാണ് ദേവീ ഭാഗവതത്തിൽ പറയുന്ന ഉപപുരാണങ്ങൾ. തദനുസാരേണ ശ്രീമദ് ഭാഗവത മുപപുരാണകോട്ടൗ ഗണിതം ഭവതീതി. അപ്പോൾ അതായത് ഭാഗവത പുരാണം, അതായത് ദേവീ ഭാഗവതം അനുസരിച്ച് ശ്രീമദ് ഭാഗവത പുരാണം ഉപപുരാണത്തിലാണ് പെടുന്നത്. ഇനി രാമായണം, രാമായണത്തെ പറ്റി നോക്കാം. രാമായണസ്യ കാവ്യത്വം. സംസ്കൃതസാഹിത്ये രാമായണപദേന വാൽമീകിവിരചിതം രാമായണമേവ പ്രസിദ്ധ്യതി. ഭാരതീയൈ രാമായണമാദികാവ്യം വാൽമീകിശ്ച തത്പ്രണേതൃതया ആദികവിരഭിധീയते. രാമായണാത് പ്രാചീനः സംസ്കൃതഭാഷാനിബദ്ധः കാവ്യലക്ഷണോപപന്നः कोऽपि ग्रन्थो न श्रूयते दृश्यत इति कथैव का. यतो रामायणे न केवलं युद्धमेव वर्णितमपि तु रूपकोपमाद्यलङ्कारयुतायां भाषायां प्रकृतेरपि वर्णनं कृतमतो रामायणं काव्यमिति स्वीक्रियते. न वीरगाथा മാത്രം न वा ശുഷ്കേതിഹാസമാത്രം. രാമായണം ഒരു ഇതിഹാസം മാത്രമല്ല, അതൊരു കാവ്യമാണ്, ആദികാവ്യമാണ്. ആദികവിയാണ് വാൽമീകി. ഇനി രാമായണസ്യ രചനാകാലഃ. രാമായണേ മഹാഭാരതവർണ്ണിതസ്യ കസ്യാപി പാത്രസ്യ നാമ നോപലഭ്യത്തെ. മഹാഭാരതേ തു രാമകഥാ വർണ്ണിതാ ലഭ്യത്തെ. മഹാഭാരതസ്യ സപ്തമപർവണി ലങ്കാകാണ്ഡഗതം പദ്യദ്വയമവാപ്യത്തെ. അതോ രാമായണം മഹാഭാരതാത് പ്രാചീനം. രാമായണത്തിൽ മഹാഭാരതത്തിൽ പറയുന്ന കഥാപാത്രങ്ങളെയൊന്നും കാണുന്നില്ല. എന്നാൽ മഹാഭാരതത്തിലാകട്ടെ രാമായണത്തിൽ പറയുന്ന കഥ വർണ്ണിക്കുന്നുണ്ട്. മഹാഭാരതത്തിൻ്റെ 7ാമത്തെ പർവ്വത്തിൽ ലങ്കാകാണ്ഡത്തിലുള്ള 2 പദ്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതായത് പറഞ്ഞു വരണത് രാമായണം മഹാഭാരതത്തേക്കാൾ പ്രാചീനമാണ് എന്നാണ്. രാമായണീയ രാമകഥ കിയതാ പരിവർത്തനേന ദശരഥജാതകനാംന ജാതകഗ്രന്ഥാംഗഭാവം ഗത യത്ര പാലിഭാഷായ അനൂദിതം രാമായണീയം പദ്യം പ്രാപ്യത്തെ. രാമായണത്തിലെ രാമകഥ കുറച്ച് പരിവർത്തനം ചെയ്തിട്ട് ദശരഥജാതകം എന്ന പേരിൽ ബുദ്ധ കഥകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പാലി ഭാഷയിൽ പരിവർത്തനം ചെയ്തിട്ടുള്ള രാമായണത്തിലെ പദ്യങ്ങൾ കാണാം എന്ന് പറയുന്നു. ഇനി 3ാമത്തെ പോയിൻ്റ്, മൃഗയാ വിനോദത്തിന് പോയ ദശരഥൻ ശ്രവണകുമാരനെ, അതായത് അന്ധരായിട്ടുള്ള അവരുടെ മകനെ കൊന്നു എന്ന് പറയുന്ന രാമായണ കഥ സാമജാതകത്തിൽ കാണാം, കുറച്ച് പരിവർത്തനം ചെയ്തിട്ട്. ഈ 4ാമത്തെ പോയിൻ്റ്, ബൗദ്ധ സാഹിത്യത്തിലെ പണ്ഡിതനായിട്ടുള്ള സിൽവാം ലേവി എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് സദ്ധർമ്മ സ്മൃത്യുപസ്ഥാനം എന്ന് പറയുന്ന ബൗദ്ധ ഗ്രന്ഥം, അതിൻ്റെ മൂലം എന്ന് പറയുന്നത് രാമായണമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സദ്ധർമ്മ സ്മൃത്യുപസ്ഥാനത്തിൽ പറയുന്ന ജംബുദ്വീപ വർണ്ണനം രാമായണത്തിലുള്ള ദിഗ്വർണ്ണനവുമായി ഒത്തുപോകുന്നതാണ് എന്ന് പറയുന്നു. ഇനി 5ാമത്തെ പോയിൻ്റ്, യാക്കോബി മഹോദയൻ, അദ്ദേഹം എന്താണ് പറയുന്നത്, രാമായണം ബൗദ്ധകാലത്തിന് മുൻപാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു. ഇനി ബുദ്ധന് മുൻപാണ് രാമായണത്തിൻ്റെ കാലം എന്ന് പറയുന്നു. ഇനി ചില രാമായണ പുസ്തകങ്ങളിൽ ബുദ്ധൻ എന്നുള്ള പദമുണ്ട് ഉണ്ട്, അപ്പോൾ അത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടവയാണെന്നും യാക്കോബി പറയുന്നു.
പിന്നെ 6ാമത്തെ പോയിന്റ് പറയുന്നത് രാമായണത്തിൽ യവനം എന്ന പദമുണ്ട്. അപ്പോൾ ബേബർ പറയുന്നത് യവന്മാരുടെ അടുത്തുനിന്ന് എടുത്തിട്ടുള്ള കഥയാണ് ഈ രാമായണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് യാക്കോബി സമർത്ഥിക്കുന്നത് അങ്ങനെ യവനപദം ഉണ്ടെങ്കിൽ ആ ശ്ലോകങ്ങളൊക്കെ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടവയാകാമെന്നാണ് പറയുന്നത്. ഇനി 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രാമായണേ കോസലരാജധാനി അയോധ്യ ആഖ്യായത്തെ ബൗദ്ധൈർജനൈः യവനൈः പതഞ്ജലിനാ ചാപി കോസലരാജധാനി സാകേത ഇത്യുച്യത്തെ അतः സിദ്ധ്യതി യത് അയോധ്യായാ അഭ്യുദയേ വർത്തമാനേ സാകേതേതി നാമകരണാത് പൂർവമേവ രാമായണം വ്യരച്യത. അതായത് രാമായണത്തിലെ കോസല രാജധാനി അയോധ്യയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ബൗദ്ധരായാലും യവനരായാലും പതഞ്ജലി ആയാലും ഒക്കെ കോസല രാജധാനി സാകേതം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ സാകേതം എന്ന പേര് അയോധ്യയ്ക്ക് കിട്ടുന്നതിന് മുമ്പാണ് ഈ രാമായണം എഴുതപ്പെട്ടതെന്ന് പറയുന്നു. ഇനി 8ാമത്തെ പോയിന്റ് ജൈനകവിന വിമലസൂരിണ പ്രാകൃതഭാഷാ നിബദ്ധേ സ്വീയേ പൗമചരി നാമകേ ഗ്രന്ഥേ രാമചരിതം വർണ്ണതം സമയ രച്യതാതോ രാമായണം തഥ പ്രാചീനം. അതായത് ക്രിസ്തുവർഷം 62 എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം പ്രാകൃത ഭാഷയിലുള്ള ഗ്രന്ഥമാണ്. എഴുതിയത് ജൈന കവിയായിട്ടുള്ള വിമലസൂരിയാണ്. അപ്പോൾ അദ്ദേഹം അതിൽ രാമചരിതം പറയുന്നുണ്ട്. അപ്പോൾ ആ ക്രിസ്തുവർഷം 62 മുൻപാണ് രാമായണം എഴുതിയതെന്ന് കിട്ടുന്നു. ഇനി 9ാമത്തെ പോയിന്റ് പാടിലപുത്രസ്യ പ്രതിഷ്ഠാപനമജാതശത്രുണ സമയകൃതം. അതായത് പാടലീപുത്രം സ്ഥാപിച്ചത് അജാതശത്രു ക്രിസ്തുവർഷം 500 അപ്പോൾ രാമായണേ ശോണഗംഗാ സംഗമതിക്രമ്യ പുരസ്സരത്യപി രാമേ പാടലീപുത്രസ്യ നാമാപി ന ശ്രൂയത്തെ തേന സ്പഷ്ടം പ്രതീയത്തെ യത് രാമായണം സമേതഃ പൂർവകാലികം. അതായത് രാമായണത്തിലെ പാടലീപുത്രം എന്ന പേര് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പാടലീപുത്ര നഗരം സ്ഥാപിക്കുന്നതിന് മുൻപ് ക്രിസ്തുവർഷം 500 മുൻപായിരിക്കും രാമായണം എഴുതപ്പെട്ടത്. ബാലകാണ്ഡേ വിശാലാ മിഥിലാ ച ഇതി ദ്വേ നഗര്യോ പൃഥക് പൃഥക് രാജ്യദ്വയാധികൃതേ വർണ്ണ്യത്തെ. ഐതിഹാസികാः കഥയന്തി യത് ഉഭയേ പ്രാഗുക്തേ നഗര്യൗ ബുദ്ധകാലാത് പ്രാഗേവ വൈശാലീതി നാംന ഏകനഗരീത്വം ഗതേ അതോപ്യസ്യ രാമായണസ്യ ബുദ്ധപൂർവകാലികത്വമായാതം. രാമായണേ ഭാരതസ്യ നാനാനരപതിശാസിത അനേക ലഘുരാജ്യവിഭക്തത്വം വർണ്ണ്യത്തെ. ഇയം ച ദശ ഭാരതസ്യ ബുദ്ധപൂർവകാല ഏവ അവർത്തത അതോപി രാമായണസ്യ ബുദ്ധപൂർവകാലികത സമായാത്ത. എന്തായാലും രാമായണത്തിനെ ബുദ്ധകാലത്തിന് മുൻപാണ് പറയുന്നത്. രാമസ്യ സംബന്ധേ ബേൽഫുർ നാമ പാശ്ചാത്യ പണ്ഡിതഃ സൈക്ലോപീഡിയ ഓഫ് ഇന്ത്യ വോളിയം 3 നാമകേ ഗ്രന്ഥേ ലിഖതി. രാമ ഓഫ് ദ സോളാർ ലൈൻ ഓഫ് ഹിന്ദു ക്രോണോളജി ഈസ് ഹവർ പ്ലേസ്ഡ് ബൈ ബ്രാഹ്മിൻസ് 167-102 BC between the silver and brazen ages, but he has been variously supposed to have lived 2022 BC, John's 950, Hamilton and 1100 Todd, and according to Bentley he was 1 year old in 960 BC, born in 6th April 961 BC. Ram preceded Krishna, but as their historians Valmiki and Vyasa, who wrote events they witnessed, they were contemporaries, it could not have been many years. एभे सर्वैरपि प्रमाणैरिदं सिद्धं यद् रामायणं ख्रीष्टपूर्वपञ्चमशतकात् पूर्वमेव कदाचित् प्रणीतं न तु ततो अर्वाक्. पाणिनिकृतव्याकरणलक्षणहीन भाषाघटितत्वमपि रामायणस्य सिद्धान्तमिमं पोषयति. അതായത് 5ാം നൂറ്റാണ്ടിന് മുൻപാണ് രാമായണത്തിൻ്റെ രചന എന്ന് കിട്ടുന്നു. BC 5ാം നൂറ്റാണ്ടിന് മുൻപാണ്. ഇനി രാമായണസ്യ പ്രചാരः.
രാമായണത്തിൻ്റെ പ്രചാരം ഏത് രീതിയിലാണ്? സംസാരേ കിമപി കാവ്യം ലോകപ്രിയതയാം രാമായണസ്യ സമതാം കർത്തും ന ക്ഷമത്തെ അത ഏവ ചാസ്യ പ്രചാരോപി പൂർണ്ണതയാ ജാതഃ നിർമ്മാണകാലാദേവ ഖൽവേതദ് രാമായണം കാവ്യരൂപകാദി നിർമ്മാണപ്രവൃത്താനാം വിദുഷാം ഹൃദയാൻ യാചകർഷ മഹാഭാരതേ തൃതീയപർവണി രാമകഥ രാമായണാധാരേണ വർണ്ണിത. മഹാഭാരതത്തിൻ്റെ 3-ാമത്തെ പർവ്വത്തിൽ രാമകഥ രാമായണമനുസരിച്ച് വർണ്ണിക്കുന്നുണ്ട്. അഗ്നിവിഷ്ണു ഗരുഡ ഭാഗവത ബ്രഹ്മാണ്ഡ പുരാണേഷു ച രാമായണാനുസാരേണ രാമസ്യ ചരിതം ന്യബദ്ധ്യത. അഗ്നിപുരാണത്തിലും വിഷ്ണുപുരാണത്തിലും ഗരുഡപുരാണത്തിലും ഭാഗവത പുരാണത്തിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലും രാമായണമനുസരിച്ച് തന്നെ രാമൻ്റെ കഥ വർണ്ണിക്കുന്നുണ്ട്. ഭാസകാളിദാസാദയ പ്രാചീനാ കവയോ രാമായണസ്യാധർമ്മണ്യം സ്വീകൃതവന്തഃ. അധിമർണ്യം. അതുപോലെ ഭാസനും കാളിദാസനും ഒക്കെ ഈ രാമായണത്തിൻ്റെ ഇത് സ്വീകരിച്ചിട്ടുണ്ട്. അശ്വഘോഷപ്രഭൃതയോ ബൗദ്ധകവയോപി സ്വകാവ്യാനി രാമായണാനുകൃതിവാരിഭിരൻ അസിഞ്ചൻ. അതുപോലെ അശ്വഘോഷൻ തുടങ്ങിയിട്ടുള്ള ബൗദ്ധകവികളും രാമായണത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ഖ്രീഷ്ടപ്രഥമ ശതകേ ജൈനകവിന വിമലസൂര്യന രാമായണമുപജീവ്യ. ജൈനകവിയായിട്ടുള്ള വിമലസൂരി രാമായണത്തെ അനുസരിച്ച് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഖ്രീഷ്ട്രീയ തൃതീയ ശതകേ തിബത്ത് ചീനദേശയോർഭാഷയോരനൂദിതേഷു ബൗദ്ധഗ്രന്ഥേഷു അപ്പി രാമസ്യ വീര്യാണി വർണ്ണിതാനി. ബൗദ്ധഗ്രന്ഥങ്ങളിലും രാമൻ്റെ കഥകൾ വർണ്ണിക്കുന്നു. വർമ്മ പ്രാച്യദ്വീപാദി ഭൂഭാഗ്യേഷ്വപി രാമായണം ലോകപ്രിയത്വം പ്രാപത്. അതുപോലെ യവദ്വീപി ലാരാജാംഗ്രാട്ട് പമബനന പനതരന നാമക സ്ഥാനേഷു ശിവമന്ദിരേഷു ദേവഗഢസ്ഥേ വിഷ്ണുമന്ദിരേ ച ശിലാസു രാമായണവൃത്താന്തഃ ശതദ്വയാധികസംഖ്യകാ ഉത്കീർണ പ്രാപ്യന്തെ. പല ശിലാലേഖനങ്ങളിലും ഉണ്ടെന്ന് പറയാണ് രാമൻ്റെ കഥകൾ. യവദ്വീപമലയദ്വീപയോः സാഹിത്യേഷു പ്രഭൃതി ദേശേഷു സാഹിത്യസൃഷ്ടിരക്രിയത. ആസ്താം പുരാണീകഥ ഭാരതീയാധുനിക ഭാഷാസു സർവപ്രഥമം. രാമായണം വിവിധ ദേശങ്ങളിൽ പല ബൗദ്ധനായിക്കോട്ടെ ജൈനനായിക്കോട്ടെ എല്ലാവരെയും സ്വാധീനിച്ച ഒരു കൃതിയാണ് രാമായണം എന്ന് പറയുന്നു. തമിഴ ഭാഷായാം ഖ്രീഷ്ടൈകാദശ ശതകേനോദിതം. കാലഘട്ടങ്ങൾക്ക് ഇപ്പുറവും രാമായണം പ്രചാരത്തിലിരിക്കുന്നു. തുളസീദാസേനാപി വാൽമീകി രാമായണമൈവാശ്രിതം. തുളസീദാസും വാൽമീകി രാമായണത്തിനെയാണ് ആശ്രയിച്ചിട്ടുള്ളത്. ഭാരതസ്യ കാപി ഏതാദൃശി ഭാഷ നാസ്തി യത്ര രാമായണസ്യ അനുവാദോ ന ജാതഃ സ്യാത്. അതായത് രാമായണത്തെ വിവർത്തനം ചെയ്തിട്ടുണ്ട് ധാരാളം ഭാഷകളിൽ. അപ്പോൾ എന്ന് പറയുന്നു വൈദേശിക്യോ ഭാഷ ആപി രാമായണസ്യ അനുവാദേന ആത്മാനം ധന്യമന്നി. വിദേശ ഭാഷകളിൽ പോലും രാമായണം പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കിഞ്ച രാമായണസ്യ പ്രചാരേ ഇതമപി പ്രമാണം യതത്ര വർണ്ണിത വിജയദശമി ദേശേ പർവ്വതാം ഗമിത ഏവമേവ ദീപാവലി അപി രാമായണ വർണ്ണിത സർവത്ര സമാദരത. തദിത്തം രാമായണസ്യ പ്രചാരേണ തദീയാ ലോകപ്രിയത പ്രതീയത്തെ. രാമചരിതസ്യ ആദർശത. രാമചരിതത്തിൻ്റെ രാമകഥയുടെ ആദർശതയെ പറ്റി പറയാണ്. വാൽമീകിന സ്വകാവ്യകലായാः പ്രദർശനായ യത് പാത്രമാധാരീകൃതം തസ്യ രാമസ്യ ചരിതമേവ താദൃശം യത്തദാധാരീകൃത്യ കോപി കവിഃ സാഫല്യമാസാദയേത്. यथोक्तम साकेते राम तुम्हारा चरित स्वयं ही काव्य है, कोई कवि बन जाए सहज संभाव्य है. अतो रामाधारकं वाल्मीकि काव्यं रामायणं नितान्तहृद्यं सातिशयशिक्षाप्रदं च भूत्वा रसास्वादसुखपिण्डप्रदानद्वारेण विनयेन अन्वयति यत् काव्यस्य मुख्यं प्रयोजनमुच्यते. रामचंद्र आदर्शभ्राता आदर्शपतिः आदर्शपुत्रः आदर्शशासकः आदर्शमनुष्यश्चासीदिति समर्थयितुमेव रामायणं निरमीयत यत्र लक्ष्ये तत् सफलमभूत्. രാമചന്ദ്രൻ ആദർശ പുരുഷനായിരുന്നു. എന്താണ്, നല്ല സഹോദരനായിരുന്നു, നല്ല ഭർത്താവായിരുന്നു, നല്ല പുത്രനായിരുന്നു, നല്ല ഭരണാധികാരിയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെയാണ് ഈ രാമായണ കഥ വർണ്ണിക്കുന്നത്.
രാമോ വനം ഗത്വാപി ഭരതോപരി സന്ദേഹം ന കൃതവാൻ ലക്ഷ്മണോപരി വിപദുപനിപാതേ സ്വപ്രാണാം സ്തൃണായ മേനെ ഇത്യാദിന തദാദർശ ഭ്രാതൃത. സ്വപ്രാണാം സ്തൃണായ മേനെ, അതായത് രാമൻ കാട്ടിൽ പോയപ്പോഴും തൻ്റെ സഹോദരനായ ഭരതനെ ഒരിക്കലും സംശയിച്ചില്ല. ലക്ഷ്മണോപരി വിപദുപനിപാതി, ലക്ഷ്മണന് ആപത്ത് വരുമ്പോഴും തൻ്റെ പ്രാണന് വില കാണാതെ എന്താണ് സഹോദരന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് എന്താണ് രാമനൊരു നല്ല സഹോദരനാണെന്നതിന് ഉദാഹരണമാണ്. സീതാം പരിത്യജ്യാപി തദനുരാഗ അഗ്നൗ തിലശഃ സ്വം അജുഹോദിതി തസ്യാദർശപതിത്വം. അതായത് സീതയെ പരിത്യജിച്ചിട്ടും അവളോടുള്ള അനുരാഗമാകുന്ന അഗ്നിയിൽ സ്വയം ഹോമിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഭർത്താവാണ് എന്നുള്ളതിന് ഉദാഹരണമാണ്. പിതുരാജ്ഞയോപനതം അനുമോദിതമപി രാജ്യം തത് ത്യാജ്യേതി തസ്യ ആദർശപുത്രത. അതുപോലെ നല്ലൊരു പുത്രനായിരുന്നു. രാമരാജ്യപദമധുനാപി ആദർശരാജ്യപര്യായതാമാപന്നമിതി തസ്യ ആദർശശാസകത വ്യവഹാരമാത്രേണ ച തസ്യ ആദർശമനുഷ്യതാ പ്രതീതേതി സർവഥാ വിസ്മയാവഹം ചരിത്രം രാമചന്ദ്രസ്യ. ഇപ്പോഴും രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ആദർശ രാജ്യം, മാതൃകാ രാജ്യം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കിട്ടുന്നത് രാമൻ അങ്ങനെയൊരു ആദർശ പുരുഷനായതുകൊണ്ടാണ്. താദൃശം ചരിത്രം സ്വീയേ കാവ്യേ സൃഷ്ടവതഃ കവേർ വാൽമീകേന പ്രഥമോദ്ഭൂതതാമാത്രേണ ആദികവിത്വമപി തു സർവോത്കൃഷ്ടകാവ്യപ്രണയന സൗഭാഗ്യവത്തയാപി തദീയമാദികവിത്വം പ്രതിപന്നം ഭവതി. അങ്ങനെയുള്ള രാമചന്ദ്രൻ്റെ കഥയെ വർണ്ണിച്ച വാൽമീകി മഹർഷി ആദികവിയായും ഉത്തമ കവിയായുമൊക്കെ അറിയപ്പെടുന്നു. ഇനി രാമായണസ്യ സ്വരൂപം. രാമായണം എന്ന ഗ്രന്ഥത്തിൻ്റെ സ്വരൂപമാണ്. രാമായണേ 24,000 ശ്ലോകാനാമിതി തത് 24,000 സംഹിതാപദേന അഭിധീയത്തെ. രാമായണത്തിനെ 24,000 സംഹിത എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ്? അതിൽ 24,000 ശ്ലോകങ്ങളുള്ളതുകൊണ്ടാണ്. യാവന്തി അക്ഷരാണി ഗായത്രീ മന്ത്രേ താവത് സഹസ്രപരിമാണം രാമായണമിതി ദൃഢം. ഇതമപി പ്രത്യക്ഷസിദ്ധം യത് പ്രതിസഹസ്രതമശ്ലോകാദൗ ഗായത്രീ മന്ത്രസ്യ ഏകൈകമക്ഷരം പ്രാപ്യത്തെ. ഏതച്ച പാഠഭേദാദികം നാപതേദിതി ബുദ്ധ്യാ കൃതം സ്യാദിതി സംഭാവ്യത്തെ. ഓരോ 1000 ശ്ലോകം കഴിയുമ്പോഴും ഉള്ള ശ്ലോകത്തിൽ എന്താണ് ഗായത്രി മന്ത്രത്തിൻ്റെ ഓരോ അക്ഷരങ്ങളാണ് തുടക്കത്തിൽ ഉള്ളത്. ബഹവോ വിദ്വാംസഃ ഉത്തരകാണ്ഡം ബാലകാണ്ഡസ്യ കിയന്തമംശം ച പ്രക്ഷിപ്തമാചക്ഷത്തെ. അതായത് പല പണ്ഡിതന്മാരും ഉത്തരകാണ്ഡവും ബാലകാണ്ഡത്തിൻ്റെ ചില ഭാഗങ്ങളും പ്രക്ഷിപ്തമാണ്, പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്ന് പറയുന്നുണ്ട്. ബാലകാണ്ഡസ്യ പ്രഥമേ തൃതീയ ച സർഗേ യാ വിഷയസൂചി വർത്തത്തെ തത്ര ഉത്തരകാണ്ഡവർണിത ബാലകാണ്ഡഗത തദംശവർണിതാശ്ച വിഷയ നായാന്തീതി ച തേഷാം താദൃശോക്തൗ ഹേതുരുച്യത്തെ. യാക്കോബി മഹോദയസ്തു അയോധ്യാകാണ്ഡമാരഭ്യ യുദ്ധകാണ്ഡാന്തം കാണ്ഡപഞ്ചകമേവ വാൽമീകീകൃതം മന്യത്തെ. ലങ്കാകാണ്ഡസ്യാന്തെ ഗ്രന്ഥഃ സമാപ്ത ഇവ പ്രതിഭാതി. ഉത്തരകാണ്ഡവർണിതാർത്ഥാനാം സൂചനാ ച പ്രാക്തനകാണ്ഡേഷു നായാതീതി ജാക്കോബി മഹോദയസ്യ കഥാകഥനെ മൂലം. അഥാപി ഉത്തരകാണ്ഡതൃതീയ ഈശോः പൂർവം ശതകാത് പ്രാക്തനമേവ സംഭവതി യതോത്രത്യ ഏകഃ ശ്ലോകഃ തൃതീയശതകനിർമ്മിതേ ദശരഥജാതകേ പാലിഭാഷായാ അനൂദിതരൂപേണ പ്രാപ്യത്തെ. അതായത് ബാലകാണ്ഡത്തിൻ്റെ ആദ്യത്തെയും മൂന്നാമത്തെയും സർഗത്തിൽ വിഷയസൂചി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ വിഷയസൂചിയിൽ ഉത്തരകാണ്ഡത്തിലുള്ള ബാലകാണ്ഡഗത തദംശവർണിതാശ്ച വിഷയ നായാന്തീതി ച തേഷാം താദൃശോക്തോ ഹേതുരുച്യത്തെ. അതായത് ഉത്തരകാണ്ഡത്തിൽ വർണ്ണിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്.
അത് ബാലകാണ്ഡത്തിലെ മൂന്നാമത്തെയും നാലാമത്തെയും സർഗത്തിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും സർഗത്തിൽ വരുന്ന ഭാഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഉത്തരകാണ്ഡത്തിൽ പറയുന്ന ഭാഗങ്ങൾ അതവിടെ കാണുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ബാലകാണ്ഡത്തിലെ ചില ഭാഗങ്ങളും ഉത്തരകാണ്ഡവും പിന്നീട് കൂട്ടിച്ചേർത്താണെന്ന് പറയാൻ കാരണം അതാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.